ഈ ഒരു കവാടം കയറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം വരുന്നുണ്ട്. അതൊരു മലക്ക് മുകളിലാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ആ ഒരു ക്ഷേത്രത്തിൻ്റെ മേലേക്കായിട്ട് നമ്മൾ പോകാനായിട്ട്. പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് സ്കൂളുകളെല്ലാം തന്നെ ഇരു സൈഡുകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കെട്ടിടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അനന്തപൂർ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ആ കാണുന്ന മലക്ക് മുകളിലായിട്ടാണ് ക്ഷേത്രം വരുന്നത്. ഈ ഒരു വെള്ളക്കെട്ട് കാര്യങ്ങളെല്ലാം തന്നെ അനന്തപൂർ കളക്ട്രേറ്റിൻ്റെ ബാക്ക് ഭാഗത്തും ആ ഒരു പരിസര ഭാഗത്തായിട്ടുള്ളതാണ്. മുന്നേ നമ്മൾ അതിൻ്റെ ബാക്ക് ഭാഗം ഈ ഒരു അണക്കെട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ കവർ ചെയ്ത് പോന്നിട്ടുണ്ട്. ആ മലക്ക് മുകളിലായിട്ട് കാണുന്ന ആ ഒരു ക്ഷേത്രം, അവിടെ ഒരു ക്ഷേത്രമുണ്ട് എന്ന് അറിഞ്ഞു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. മനോഹരമാണ് ആ ഒരു വ്യൂ എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അങ്ങോട്ട് കയറാനായിട്ട് വഴികളെല്ലാം തന്നെ വെള്ള നിറത്തിൽ പെയിൻറ് കാര്യങ്ങളെല്ലാം തന്നെ അടിച്ചു വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ചൂടിനെ പ്രതിരോധിക്കാനായിരിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോയത്. ഇതുപോലത്തെ ക്ഷേത്രങ്ങളിലേക്ക് കയറുന്ന ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. എല്ലാം തന്നെ വൈറ്റ് നിറത്തിലും അടിച്ചു വെച്ചിട്ടുണ്ട്, കറുത്ത നിറത്തിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. രണ്ടിൻ്റെയും ഡിഫറൻറ്റ് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നാണ്. വളഞ്ഞു തിരിഞ്ഞിട്ടുള്ള വഴിയാണ് മലമുകളിലേക്കായിട്ട് കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ പ്രോഗ്രാമെല്ലാം നടക്കുന്ന ഏരിയകൾ കാണാൻ സാധിക്കുന്നുണ്ട്. കല്യാണം, പരിപാടി, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെയുള്ള ചെറിയ ക്ഷേത്രങ്ങളായിട്ടാണ് നമുക്ക് തോന്നുക എന്നുണ്ടെങ്കിൽ കൂടി ഇത് ഇവിടെ ഉള്ള വലിയ വലിയ ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രത്തിൽ ഏതോ ഒരു കല്യാണം കഴിഞ്ഞതിൻ്റെ ആ ഒരു ലക്ഷണങ്ങളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് വണ്ടിയുടെ അടുത്തേക്ക് നോക്കിയപ്പോൾ കുറച്ച് ആളുകളെ കാണാൻ സാധിച്ച് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം ഒരു 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരുന്ന ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്ന ഒരു ടീമാണ്. കോമഡി ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് കൂടുതലും ചെയ്യുന്നത് എന്നാണ് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അവരെനിക്ക് വേണ്ട കുറച്ച് ടിപ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞു തന്ന്, എനിക്ക് വേണ്ട കുറച്ച് സപ്പോർട്ടിങ് കാര്യങ്ങളെല്ലാം തന്നെ തന്ന്, എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി അതിൽ അവർ വലിയ ഇൻട്രസ്റ്റിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് തന്നതും അവരെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടി എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ മലമുകളിലേക്ക് കയറാം എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി ഇങ്ങനെ ആ സ്റ്റെപ്പുകളിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല വെയിലാണ് കാണാൻ സാധിച്ചത്. വെയിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് കയറാൻ നിന്നില്ല. പിന്നീട് അർജൻറ്റായിട്ട് ടൗണിലേക്ക് വരാനുള്ളത് കാരണം തിരിച്ചു പോരാനുണ്ടായത്. മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. അടിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ വല്ലാതെ അങ്ങോട്ട് കയറുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കാരണം സ്റ്റെപ്പുകളിലെല്ലാം തന്നെ പുൽമേടുകളെല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. വാഹനങ്ങൾ പോകുന്ന റോട്ടിൽ ഇതുപോലത്തെ നെല്ലുകളെല്ലാം ഉണക്കിയിടുന്ന ടീമിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് കൃഷി സമൃദ്ധിയുടെ ഭൂമി ആയതുകൊണ്ട് തന്നെ എല്ലാ ഏരിയയിലും കൃഷി സംബന്ധമായ കാര്യങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട കൾച്ചറുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് എന്നോട് സംസാരിക്കാൻ വന്ന ആ ടീമിൻ്റെ ഭാഗത്തേക്ക് ഞാൻ ചെന്നപ്പോൾ അവർ അവിടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു തിരക്കിലേക്ക് കടന്നിട്ടുണ്ട്. എല്ലാവരും വൈറ്റും ഡ്രസ്സ് ഇട്ടിട്ട് ആ ഒരു കണ്ടൻറ്റിൻ്റെ ആ ഒരു സംഗതിയിലേക്ക് കടക്കുന്ന തിരക്കിലാണ്. ആ സമയത്ത് ഞാൻ അവിടെ എത്തിയപ്പോൾ എൻ്റെ കാര്യങ്ങളും എൻ്റെ വാഹനവും മറ്റുമെല്ലാം സന്ദർശിക്കാനും അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനും ലൈവ് ഇടാനും എല്ലാം അവർക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ യാത്രയുടെ കാര്യങ്ങൾ കേട്ടറിഞ്ഞ് അവർ എനിക്ക് വേണ്ട വലിയൊരു സപ്പോർട്ട് കാര്യങ്ങളെല്ലാം തന്നുകൊണ്ടാണ് അവരുടെ കാര്യങ്ങളിലേക്ക് നീങ്ങിയത്.